ഹലോ എവരിവൺ, എല്ലാവർക്കും സിമ്പിൾ എഞ്ചിനീയറിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഒരു ബ്രിഡ്ജിനകത്ത് വരുന്ന സ്ട്രക്ചറൽ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. മെയിനായിട്ട് എല്ലാ സ്ട്രക്ചേഴ്സിലെയും പോലെ തന്നെ, അതായത് ബിൽഡിങ്സ് പോലെ തന്നെ നമ്മളുടെ ബ്രിഡ്ജുകളിലും വരുന്ന 3 മെയിൻ ഭാഗങ്ങളാണ് ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഫൗണ്ടേഷനകത്ത് വരുന്ന മെയിൻ 2 ഭാഗങ്ങളാണ് പൈലും പൈൽ ക്യാപ്പും. പിന്നെ സബ്സ്ട്രക്ചറിൽ വരുന്ന 2 ഭാഗങ്ങളാണ് പിയറും പിയർ ക്യാപ്പും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വരുന്നതാണ് പെഡസ്റ്റൽ, ഗേർഡേഴ്സ്, ബീംസ്, ഡെക്ക് സ്ലാബ്, ക്രാഷ് ബാരിയർ, ഹാൻഡ് റെയിൽസ്, അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമുക്കൊരു ബ്രിഡ്ജിൻ്റെ സ്പാൻ എന്താണ്, അതിൻ്റെ ലെങ്ത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അബട്ട്മെൻറ്റ് തൊട്ട് അടുത്ത അബട്ട്മെൻറ്റ് വരെയുള്ള ടോട്ടൽ ലെങ്ത്താണ്. ഓക്കെ, ഇപ്പോൾ ഈ ഡ്രോയിങ്ങിനകത്ത് ഞാനിവിടെ ഒരു അപ്രോച്ച് സ്ലാബ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്രോച്ച് സ്ലാബ് A1 അപ്രോച്ച് സ്ലാബ് A2 കാണിച്ചിട്ടുണ്ട്. ഈ അപ്രോച്ച് സ്ലാബ് A1 മുതൽ A2 വരെയുള്ള അതിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് ആ പാലത്തിൻ്റെ നീളം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ A1 മുതൽ ഈ A2 വരെയുള്ള ലെങ്ത്ത്. ഇതിനിടയിൽ എത്ര തൂണുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ തൂണുകളെയാണ് നമ്മൾ ആദ്യത്തെ തൂണിനെ P1, രണ്ടാമത്തെ തൂണിനെ P2 എന്ന് ഇട്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പിയറുകൾ എന്ന് പറയുന്നത്. ആ പിയറുകൾ ഒരു പിയർ തൊട്ട് അടുത്ത പിയർ വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജിനെ സംബന്ധിച്ച് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്തും അതിന് എത്ര നമ്പർ ഓഫ് സ്പാൻ വരുന്നുണ്ട്, ഒരു സ്പാനിൻ്റെ ലെങ്ത്ത് എത്രയാണ്. ഇപ്പോൾ 30 മീറ്ററിൻ്റെ 3 സ്പാനാണ് 90 മീറ്ററിൻ്റെ ഒരു ബ്രിഡ്ജാണെന്ന് വെച്ചാൽ 30 × 3 അല്ലെങ്കിൽ 3 × 30 മീറ്റേഴ്സ് = 90 മീറ്റർ ലെങ്ത്തിൻ്റെ ഒരു ബ്രിഡ്ജാണിതെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന ഇതിൻ്റെ സ്ട്രക്ചറൽ പാർട്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പൈലും പൈൽ ക്യാപ്പും ആണെന്ന്. ഇതാണ് ഒരു ബ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ ഭാഗം എന്ന് പറയുന്നത്. അതിപ്പോൾ വെള്ളത്തിലായാലും കരയിൽ നമ്മൾ ഫ്ലൈ ഓവറുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ പാലങ്ങൾ പണിയുന്ന സമയത്തോ ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന സ്ട്രക്ചറൽ പാർട്സാണ് അതിൻ്റെ പൈലെന്ന് പറയുന്നത്. നോർമലി നമ്മൾ കേരളത്തിൽ RCC ബോർഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൈലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഡയമീറ്റർ ചിലപ്പോൾ 1 മീറ്റർ, 1.2 മീറ്റർ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പാർട്സ് മാത്രം പറയുകയാണ്. ഈ പൈലിൻ്റെ തൊട്ട് മേളിൽ വരുന്ന ഭാഗമാണ് പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അതും കോൺക്രീറ്റ് സ്ട്രക്ചർ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ അബട്ട്മെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ പാലത്തിൻ്റെ നമുക്ക് കരയിലായിരിക്കും വരുന്നത്, ലാൻഡ് ലൊക്കേഷനിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൈൽ ക്യാപ്പിൻ്റെ താഴെ നമ്മൾ മണ്ണിലൊരു സ്ട്രക്ചർ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നൊരു PCC കോഴ്സും കൂടി അവിടെ ഉണ്ടാകും. ഇതിപ്പോൾ മറൈൻ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് PCC ചെയ്യേണ്ട ആവശ്യമില്ല, വെള്ളത്തിലാണ് സ്ട്രക്ചർ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും പൈലിൻ്റെ തൊട്ട് മേളിൽ നമ്മൾ ചെയ്യുന്നത് പൈൽ ക്യാപ്പായിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലാണ് പിയറുകൾ. മിക്കപ്പോഴും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഭാഗം എപ്പോഴും പൈൽ ക്യാപ്പിന് മേളിലോട്ടുള്ള പിയർ തൊട്ടായിരിക്കും ഒരു പാലത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ വെള്ളത്തിനടിയിലോ മണ്ണിനടിയിലോ പോകുന്ന ഭാഗങ്ങളാണ്. പിന്നെ എൻ്റെ പിയറിൻ്റെ തൊട്ട് മേളിൽ വരുന്നതാണ് പിയർ ക്യാപ്പ്. ഈ പിയർ ക്യാപ്പിൻ്റെ മേളിലാണ് നമ്മൾ ബീമുകളെല്ലാം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് RCC പിയർ ക്യാപ്പാണ്. ആ പിയർ ക്യാപ്പിൻ്റെ മേലിൽ നമ്മൾ പെഡസ്റ്റലുകൾ വെക്കും. RCC പെഡസ്റ്റലുകൾ വെച്ചിട്ട് അതിൻ്റെ മേലിലാണ് നമ്മൾ ബീമുകൾ അല്ലെങ്കിൽ ഗേർഡറുകൾ എന്ന് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. എല്ലാം തന്നെ PSC ഗേർഡേഴ്സ് അല്ലെങ്കിൽ ബോക്സ് ഗേർഡേഴ്സ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തൊട്ട് മേലിലാണ് നമ്മൾ ഡെക്ക് സ്ലാബ് വരുന്നത്, സ്ലാബ് വാർക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഗേർഡേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പിയർ ക്യാപ്പിൻ്റെ ഇടയിൽ വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കളയും. അതായത് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയും. ഇതിനെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത്, അതായത് ഈ ഗേർഡേഴ്സിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകൾ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ പിയർ ക്യാപ്പിൽ മൊത്തത്തിൽ നമ്മൾ കണക്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡയഫ്രംസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിയർ ക്യാപ്പിൽ മാത്രമല്ല, ലെങ്ത്ത് കൂടിയ സ്പാനുകൾ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേർഡേഴ്സിൻ്റെ ഇടയിലും നമ്മൾ ഈ ഡയഫ്രംസ് പ്രൊവൈഡ് ചെയ്യും. അത് ഇൻ്റർമീഡിയറ്റ് ഡയഫ്രം എന്ന് പറയും. നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം. പിന്നെ വരുന്ന ഭാഗമാണ് ഡെക്ക് സ്ലാബ്. നമ്മൾ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യും. സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ക്രാഷ് ബാരിയർ നമ്മൾ ആക്സിഡൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികൾ പുറത്തോട്ടൊക്കെ വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തോട്ടോ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ക്രാഷ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. പൈൽ വരുന്നുണ്ട്, പൈൽ ക്യാപ്പ് വരുന്നുണ്ട്, പിയർ ക്യാപ്പ്, പെഡസ്റ്റൽ,
ബെയറിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പെഡസ്റ്റലിൻ്റെ മേലിൽ നമ്മൾ വെക്കുന്നതാണ് ബെയറിങ്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. പിന്നെ ഗേർഡേഴ്സ് അല്ലെങ്കിൽ ബീംസും ഡയഫ്രംസും പിന്നെ ഡെക്ക് സ്ലാബ്. വെയറിംഗ് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിപ്പോകുന്ന ആ ടാർ ചെയ്ത സർഫസിനെയാണ് നമ്മൾ വെയറിംഗ് കോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറയാം. ക്രാഷ് ബാരിയർ, പിന്നെ ഹാൻഡ് റെയിൽ. ഇത് ക്രാഷ് ബാരിയർ പോലെ തന്നെ നമ്മൾ ഹാൻഡ് റെയിൽസും പ്രൊവൈഡ് ചെയ്യും ചിലതിൽ. അതൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറയുന്നതാണ്. പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റും ഡ്രെയിനേജ് സ്പൗട്ടും ഉണ്ടാവും. എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. ഡ്രെയിനേജ് സ്പോട്ടുകൾ ഉണ്ടാവും. അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴുകി പാലത്തിൽ നിന്ന് താഴോട്ട് പോകാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊവിഷനാണ് ഡ്രെയിനേജ് സ്പോട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്രിഡ്ജിനകത്ത് വരുന്ന സ്ട്രക്ചറൽ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ട് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.